ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ വിവരം അറിഞ്ഞതിന് ശേഷം പങ്കെടുത്ത പരിപാടിയിലാണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞത്. അതിനുശേഷമാണ് മുഖ്യമന്ത്രി ആശുപത്രിയിലെത്തി വീണ ജോർജിനെ കണ്ടത്. മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. വളരെ രണ്ട് സംഘം ശാരീരികമായി തന്നെ ആക്രമിച്ചു. ആക്രമണത്തിൽ കഴുത്തിന് പരിക്കേറ്റു, വല്ലാത്ത വേദന, അങ്ങനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നവർ കേരളത്തെ ഒരു കലാപഭൂമിയാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. കാരണം മന്ത്രിമാരെന്ന് പറയുന്നത് ആരും ഇന്നലെ പൊട്ടിമുളച്ചവരല്ല, ഈ നാടിന്റെ പിന്തുണയോടുകൂടി വളർന്നു വന്നവര്. അവരെ സ്നേഹിക്കുന്നവരും ബഹുമാനിക്കുന്നവരും സ്വാഭാവികമായി ഇടപെട്ടാൽ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളാണ് ഈ ക്രിമിനലുകൾ ആഗ്രഹിക്കുന്നത്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിഷേധവുമല്ല, കൃത്യമായ ആസൂത്രിതമായ ഗൂഢായിസം. അതിനായി ഗൂഢകളെ തെരഞ്ഞെടുക്കുകയും വീണ ജോർജ് ഒരു സ്ത്രീയായിട്ടും അവരെ ആക്രമിക്കാനും പരിക്കേൽപ്പിക്കാനും ശ്രമിക്കുകയാണ്, പരിക്കേൽപ്പിച്ചിരിക്കുകയാണ്. ഇത് അത്യന്തം അപലപനീയമായ ആക്രമണമാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്നവർ ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് മാറി നിൽക്കുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം തുടർച്ചയായി ഇതുപോലുള്ള കാര്യങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യമേ പൊതുവെ അഭ്യർത്ഥിക്കാനുള്ളൂ, അവരാഗ്രഹിക്കുന്നത് നാട്ടിൽ സംഭവിച്ചുകൂടാ. നമ്മുടെ നാട് സമാധാനത്തിൽ കഴിയണം. ഈ നാട് സംഘർഷത്തിൻ്റെ നാടായി മാറിക്കൂടാ. ആ നിർബന്ധം പൊതുവെ LDF പ്രവർത്തകർക്കാകെ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഈ ഗുണ്ടകളുടെ കെണിയിൽപ്പെട്ട് അതേ രീതിയിൽ പ്രകോപനങ്ങൾ സൃഷ്ടിക്കാതിരിക്കണം. എന്നാൽ ജനങ്ങളാണ് ഇത്തരം കാര്യങ്ങളിൽ ശരിയായ വിധി എഴുതേണ്ടവർ. ആ ജനങ്ങളുടെ അടുത്തേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ജനാധിപത്യ രീതിയിലുള്ള കടുത്ത പ്രതിഷേധം ഈ കാര്യങ്ങളിൽ ഉയർന്നു വരികയും വേണം. വീണ ജോർജിനെതിരെ ഉണ്ടായത് ഒരു പ്രതിഷേധമല്ല, ഗുണ്ടാ പ്രവർത്തനം, ഗുണ്ടായിസം എന്നതാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. ഒരു പൊതുപരിപാടിയിൽ മുഖ്യമന്ത്രി പറഞ്ഞതാണ് നമ്മൾ കേട്ടത്. ഈ സംഭവം അറിഞ്ഞതിന് ശേഷം ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നതാണ് നമ്മൾ കേട്ടത്. ഇത് ഗുണ്ടായിസം എന്ന് മുഖ്യമന്ത്രി പറയുന്നു. മാത്രവുമല്ല, അദ്ദേഹം ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നത്, തങ്ങൾ ഇഷ്ടപ്പെടുന്ന നേതാക്കൾക്കെതിരെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വലിയ പ്രകോപനം അവരിൽ ഉണ്ടാക്കും എന്നൊരു സാഹചര്യം മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തെരുവിലിറങ്ങി നടക്കാൻ നിങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിട്ട് ഇമാതിരി ഗുണ്ടായിസവുമായിട്ട് മുന്നോട്ട് വന്നാൽ നാളെ നിങ്ങളുടെ നേതാക്കന്മാർ ഈ റോഡിൽ ഇറങ്ങി നടക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന രൂപത്തിലേക്ക് ഡിവൈഎഫ്ഐ അതിശക്തമായ ഇടപെടൽ നടത്താൻ തയ്യാറാകും. ഞങ്ങൾ എന്തെങ്കിലും തരത്തിൽ സമാധാനം ഇല്ലാതാക്കാനുള്ള ആഹ്വാനമല്ല. പക്ഷേ സമാധാനത്തിന് ഈ ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട്, ക്ഷമിക്കുന്നതിനും ഒരു അതിരുണ്ട്. കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള തമ്മാടിത്തം, ഒരു വനിതാ മന്ത്രിയുടെ വീട്ടിൽ കടന്നു കയറിയിട്ട് കള്ളന്മാരെ പോലെ കടന്നു കയറിയിട്ട് റീത്ത് വെക്കുക. ഈ ക്രിമിനൽ സംഘം എന്തെല്ലാം തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസുകാരന്റെ വീട്ടിൽ നിന്നും പിടിച്ച കഞ്ചാവിന്റെ അളവ് എന്ന് പറഞ്ഞാൽ 5.5 കിലോ ആണ്. 5.5 കിലോ കഞ്ചാവുമായിട്ട് പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ അനുജൻ പിടിയിലാവുന്നു. എത്രയെത്ര ക്രിമിനൽ കേസുകളാണ്. വയനാടിന്റെ പേരിൽ പണം പിരിച്ചു. ആ പണം പിരിച്ചിട്ട് എങ്ങോട്ടാ കൊണ്ടുപോയത്? 30 വീട് നിർമ്മിക്കും എന്ന് പറഞ്ഞിട്ട് പണം പിരിച്ചിട്ട് വയനാട് ജനങ്ങളുടെ കണ്ണീരിനെ വിറ്റ് ദൂർത്തടിച്ച കൊള്ളയടിച്ച കൊള്ള സംഘം. ഇവരാണിപ്പോ കേരളത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തിറങ്ങുന്നത്. കേരളത്തിലെ ജനങ്ങൾ അന്നാഹാരം തന്നെയാണ് കഴിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഇമാതിരി സമരാഭാസമായി വന്നാൽ ഇത് സമരമായി കാണാൻ ഞങ്ങൾ തയ്യാറാവില്ല. അതിന്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും എന്ന് മാത്രമാണ്. ഇത്തരം സമര അഭ്യാസവുമായി വന്നാൽ അതിന്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ നൽകുന്നത്. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് കണ്ണൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ സംസാരിക്കുകയായിരുന്നു VK സനോജ്. സംസ്ഥാന വ്യാപകമായി തന്നെ വലിയ പ്രതിഷേധം ഉയരുകയാണ്. അതേസമയം മുഖ്യമന്ത്രി നൽകുന്ന മുന്നറിയിപ്പും അതുതന്നെയാണ്. ഈ നേതാക്കന്മാരെ സ്നേഹിക്കുന്നവർ, അവരെ ബഹുമാനിക്കുന്നവർ, അവർക്ക് ചിലപ്പോൾ ഈ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ
അതിലൊരു പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന സാഹചര്യം മുഖ്യമന്ത്രിയും ചൂണ്ടിക്കാട്ടുന്നു. പക്ഷേ അത് തന്നെയാണ് ഈ അക്രമികൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വലയിൽ വീണു പോകരുത് എന്നൊരു മുന്നറിയിപ്പാണ് മുഖ്യമന്ത്രിയും നൽകുന്നത്. നമ്മളുടെ നാട്ടിൽ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് ഇത്തരം പ്രതിഷേധങ്ങൾ എന്ന പേരിൽ ഇത്തരം സംഭവങ്ങൾ അരങ്ങേറാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ വലയിൽ വീണു പോകരുത്, അവരുദ്ദേശിക്കുന്നത് ഈ നാട്ടിൽ നടക്കരുത് എന്നൊരു സാഹചര്യമാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. VK സനോജും അതേ കാര്യങ്ങൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. പക്ഷേ ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്, അതിരുണ്ട് എന്ന കാര്യമാണ് VK സനോജ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായ യൂത്ത് കോൺഗ്രസ് ആക്രമണം പ്രതിപക്ഷ നേതാവിന്റെ ഉപദേശപ്രകാരമാണ് എന്ന വലിയ വിമർശനമാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ ഉയർത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ്. ആരോഗ്യമന്ത്രി വരുന്നതറിഞ്ഞ് പ്ലാറ്റ്ഫോമിൽ കാത്തുനിന്ന പ്രവർത്തകർ കരിങ്കൊടിയുമായി എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. അവിടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ആരോഗ്യമന്ത്രി ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തതിനു ശേഷം തിരുവനന്തപുരത്തേക്ക് മടങ്ങി വരാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലെത്തുന്നു. സുരക്ഷാ ജീവനക്കാർ നമുക്ക് ചുറ്റും മന്ത്രിയുടെ ചുറ്റുമുണ്ടായിരുന്നു. അവർക്കിടയിലേക്ക് ഈ കരിങ്കൊടിയുമായി പ്രവർത്തകർ ഓടിയെത്തുന്നു. അപ്പോൾ അവിടെ ഉന്തും തള്ളും ഉണ്ടാകുന്നു. അതിനുശേഷം മന്ത്രിയും തിരിച്ച് പ്രതികരിക്കുന്നത് നമുക്ക് കാണാം. അതിനുശേഷം പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു പോകവെയാണ് മന്ത്രിക്ക് കഴുത്തിൽ വലിയ രീതിയിലുള്ള വേദന അനുഭവപ്പെടുകയും പിന്നീട് ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. കണ്ണൂർ ജില്ലാ ആശുപത്രി ICUവിലാണ് ആരോഗ്യമന്ത്രി ഇപ്പോൾ ഉള്ളത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ മന്ത്രി അവിടെ സന്ദർശിച്ചു. സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടുയരുകയാണ്. ഡിവൈഎഫ്ഐയുടെയും CPMന്റെയും നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി തന്നെ പ്രതിഷേധ മാർച്ചുകൾ നടക്കുന്നു. തിരുവനന്തപുരത്ത് കന്റോൺമെന്റ് ഹൗസിലേക്ക് 6:30-നാണ് ഡിവൈഎഫ്ഐയുടെ മാർച്ച് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എറണാകുളത്തും കണ്ണൂരിലുമൊക്കെ നമ്മൾ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ച് കാണുകയാണ്. എല്ലാ ക്ഷമയ്ക്കും ഒരു അതിരുണ്ട് എന്നതാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ് ചൂണ്ടിക്കാണിച്ചത്. അതേസമയം മുഖ്യമന്ത്രി നൽകുന്ന മുന്നറിയിപ്പ് ഇത് നാട്ടിൽ കലാപമുണ്ടാക്കാനുള്ള ശ്രമം കൂടിയാണ്. പക്ഷേ അതിൽ ആരും വീണു പോകരുത് എന്ന ഒരു നിർദ്ദേശവുമാണ് പാർട്ടി അണികൾക്ക് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇത് കലാപമുണ്ടാക്കാനും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുമുള്ള ശ്രമമാണ്, അതിൽ വീണു പോകരുത് എന്ന ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. ഇപ്പോൾ പലയിടങ്ങളിൽ നടക്കുന്ന പ്രതിഷേധമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ വനിതാ പ്രവർത്തകരുടെ നേതൃത്വത്തിലും വലിയ പ്രതിഷേധം ഉയരുകയാണ്. ഒരു വനിതാ മന്ത്രിക്ക് നേരെയാണ് ഈ രീതിയിലുള്ള അക്രമം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം ഉയരുന്നു. KSU യൂത്ത് കോൺഗ്രസ് കാടത്തത്തിനെതിരെ പ്രതിഷേധിക്കുകയാണ് ഈ വനിതാ പ്രവർത്തകർ. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രതിഷേധം കണ്ണൂരിൽ നടക്കുന്നത്. എന്തായാലും സംസ്ഥാന വ്യാപകമായി തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുകയാണ്. ആരോഗ്യമന്ത്രിക്കെതിരായ ഇപ്പോൾ വീണ ജോർജ് നല്ലൊരു ആരോഗ്യമന്ത്രി അല്ലെങ്കിലും നല്ലൊരു അഭിനേത്രിയാണ് എന്നൊരു പ്രതികരണം K സുധാകരൻ MP-യുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. നടന്നത് CPMന്റെ നാടകമാണെന്നും മന്ത്രിക്കെതിരെ ആക്രമണം നടന്നു എന്നത് അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം ആരോപിച്ചിരിക്കുന്നു. പ്രതിപക്ഷ നേതാവൊക്കെ കുറച്ചുകൂടി പക്വമായ ഒരു പ്രതികരണം നടത്തുമ്പോൾ KSU നേതാക്കന്മാരുടെ നിലവാരത്തിലേക്ക് വന്നുള്ള പ്രതികരണമാണ് K സുധാകരൻ നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി കേൾക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.